നാക്കെടുത്ത് എങ്ങനത്തെ വർത്താനേ ഉള്ളൂ. നാണോണ് എന്നെ കുടിക്കിയത്. ഞാൻ കുടിക്കിയതൊന്നുമല്ല, എന്റെ പിന്നാലെ നടന്ന് എന്നെയാ വലയെ കുടിക്കിയത്. കുടുങ്ങിയ സ്ഥിതിക്ക് ഇനി ഏതായാലും നിന്നെ ഞാൻ വിടാൻ പോണില്ല. അയ്യോ, ആരെങ്കിലും കാണും. ഇത്ര പേടിയാണോ സുധക്കേ? എന്നാ പേടിയൊന്നും മാറ്റണല്ലോ. അയ്യോ കുഴപ്പായി. വിനോദ് പൊയ്ക്കോ. ആരാ? എന്റെ ഒരു കസിനാ. പൊയ്ക്കോ പ്ലീസ്. നീ ആരോട് സംസാരിച്ചോണ്ട് നിന്നത്? എന്റെ ക്ലാസ്മേറ്റ് കുഞ്ഞേട്ടാ. നന്നായി നോണ പറയാനറിയാം. ആരടിയാണ്? എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്? ഇനി എന്റെ കണ്ണിന് മുമ്പ് കണ്ടാലുണ്ടല്ലോ, ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. തൊടിയിൽ ചുറ്റിക്കറാണ്ട് വാടി വീട്ടിലേക്ക്. എടി അമ്പികേ, ഈ മുണ്ടെന്നെടുത്ത് കുത്തിത്താടി. ഈ നാടകത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഒന്ന് കുത്തിത്താടി. ആങ്ങളമാരെ അമ്മയൊക്കെ കാണുമ്പോ എല്ലാം മറന്നു പോരുത്. ഒരു 10,000-3000 ഒപ്പിക്കണം. നിങ്ങൾക്ക് അങ്ങോട്ട് വാ തുറന്ന് ചോദിച്ചൂടെ? നിന്നെ പോലൊരു മണ്ടി. എടി, ഞാൻ ഒന്നും രണ്ടും പറഞ്ഞ് മുഴിഞ്ഞാ പിന്നെ അത് മുഴിച്ചില്ല. പിന്നെ മുറ്റത്ത് കയറാൻ പറ്റില്ല. നീ മുഴിഞ്ഞാലും പിടങ്ങിയാലും കുഴപ്പമില്ല, നിന്റെ വീടാ. അവകാശവും തന്നിട്ടില്ലല്ലോ. നടക്ക് നടക്ക്. ആഹാ, ഇതാരൊക്കെയാ? നിങ്ങളുടെ കാര്യം എപ്പ അങ്ങടെ ഓർത്തേ ഉള്ളൂ. ഇതൊന്ന് പിടിച്ചേ. അനുമോൾ അമ്മമ്മേ മറന്നാ? ഏട്ടൻ എന്തിയമ്മേ? അവൻ ചന്തയ്ക്ക് പോയി. എന്ത് വിൽക്കാനാണമ്മേ? നാളികേരാ? ഇത്തിരി നാളികേരുണ്ട്, ഇത്തിരി പച്ചക്കറിയുണ്ട്. ശ്രീകുട്ടിയെ, ഇതാരാ വന്നിരിക്കണേന്ന് നോക്കിയേ. ദിവാകരനിപ്പോ ജോലിക്ക് പോണ്ടല്ലോ ഇല്ലേ? ഒരാഴ്ച പോയാ ഒരാഴ്ച ലീവാ. ആരോഗ്യം അങ്ങോട്ട് ശരിയായിട്ടില്ല. കിട്ടുന്നത് മരുന്നിനേ ഉള്ളു എന്റെ അമ്മേ. ഇതൊക്കെ എന്തിനാണ് അമ്മയോട് പറയുന്നത്? ഇതായി മനുഷ്യന്റെ സ്വഭാവം. നമ്മുടെ വിഷമം എന്റെ ഏട്ടനോടും അമ്മയോടും അല്ലാണ്ട് ഞാൻ ആരോടാ പറയാ? അതിലൊരു മാനക്കേടും ഇല്ല. ഏടത്തെയും സുധയും എന്തേ അമ്മേ? അപ്പുറത്തുണ്ട്. വാ മോളെ. വന്ന കാലം നിക്കണ്ട, ഇരിക്കൂ ദിവാര. ഓ, ഇരുന്നോളാം. ആഹാ, നീയായിരുന്നോ? ഞാൻ വിചാരിച്ച ഏട്ടനാണെന്ന്. ബീഡി വലിച്ചൂല്ലേ? ഓ, ബീഡിയല്ല, സിഗരറ്റ്. എന്തേ? എനിക്കൊന്നുമില്ല. വലിച്ച ക്യാൻസർ വരും, അത് മറക്കണ്ട. ഓ, അതെനിക്കറിയില്ല. നിന്നോട് ആര് പറഞ്ഞു? വെറുതെ കളിയാക്കണ്ടാട്ടോ. എന്തൊക്കെ എടുക്കാനുള്ളതെന്ന് വെച്ചാ വേഗം എടുത്തിറങ്ങിക്കോ. ഈ മുറിക്ക് അവകാശികൾ എത്തിയിട്ടുണ്ട്. അമ്പയർത്തി വന്നോ? വന്നു. ഏട്ടനും കുട്ടികളും എല്ലാരും ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് തൊട്ട് കുഞ്ഞമ്മാമയുടെ കൂടെ. ഈ മുറിയുടെ അവകാശം തീരെ കിട്ടണമെങ്കിൽ കല്യാണം കഴിയണം. ചോറിത്രയുള്ളൂ? തികഞ്ഞില്ലേ? ആ സമയത്ത് അവരെടുത്ത് വന്നു കയറിയെന്നൊരു വിചാരമില്ല. നമുക്കില്ലെങ്കിലും സാരിയില്ല. ഏട്ടൻ വരുമ്പോ ഊണ് കൊടുക്കണ്ടേ? സാരമില്ല, നമുക്ക് ഇത്തിരി അരിയിടാം. കൊണ്ടോയ്ക്കോ. കേസ് കിട്ടിയില്ലെങ്കിലും ദിവസം 2 ജാമ്യ കേസ് കിട്ടിയ കുറഞ്ഞത് 200 റുപ്യ വീഴും. പോരെ? പോരാ, വെറും 200 റുപ്യക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഏട്ടൻ പറയുന്ന പോലെ 2 കാളയെ പൂട്ടിയാ മതി. രാമൻകുട്ടി മേനനെ പോലെ നല്ലൊരു വക്കീലാവണം. കേക്കടി, രാമൻകുട്ടി മേനോന്റെ ഒരു ഹിയറിങ്ങിന് 3000 കുറഞ്ഞ ഫീസില്ല. എന്റെ അമ്മേ, 3000? കളിക്കണ കളിയാ. കുറച്ച് ചോറിട്ട്. ഞാൻ എണീക്കണു, എന്റെ കൈ ഉണങ്ങി. എണീറ്റു എണീറ്റു.
ഉണ്ണുമ്പോ എനിക്ക് സാവധാനം ഇരുന്ന് ഉണ്ണണം. എനിക്ക് ഇവിടെ വന്ന വിശപ്പ് കൂടുതലാ. അതിപ്പോ എവിടെ ചെന്നാലും കുറവൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം പനിയൂർ ചെറിയച്ഛന്റെ മോളുടെ കല്യാണത്തിന് 2ാം മന്തി തുടങ്ങിയിട്ടും ദിവാരേട്ടൻ ഇരുന്ന് തട്ട് തന്നെ. അവിടെ പിള്ളേര് കളിയാക്കി പറയണ കേട്ടപ്പോ എന്റെ തോലൊരിഞ്ഞു പോയി. ഒന്നും മിണ്ടാതിരിക്കടി. കുഞ്ഞമ്മായി അന്ന് നമ്മളൊരു പേരിട്ടില്ലേ, പീറ്ററപ്പായി. അതിന് ഇത്ര കളിയാക്കി ചിരിക്കാൻ എന്താ ഉള്ളേ? ഓടി അവിടുന്ന്. വയസ്സിന് മൂത്താരുടെ കളി പറയണേ. പിള്ളേരുടെ മുഖം കഴിയിക്കെ. വാ. മതി തിന്നത്. ഏയ്, അവളൊരു പൊട്ടത്തരം പറഞ്ഞതാടി. അതിന് നീ ദേഷ്യപ്പെടുവൊന്നും വേണ്ട. ഊണ് കഴിക്കുന്നത് അവരവരുടെ തൃപ്തിക്ക് കഴിക്കണം. ദിവാകരന് ഇഷ്ടം പോലെ കഴിക്കും. എന്നാ പിന്നെ ഞാനും ഒന്ന് കൈ കഴുകിയിട്ട് വരാം. മാലോ, ആ ദിവാരൻ എപ്പോഴെത്തി? കുറച്ചു നേരമായി. ഇരിക്കു ദിവാര. ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ രാജാവ് വന്നാലും എഴുന്നേൽക്കണ്ടെന്നാ എന്തേ കുഞ്ഞമ്മാമേ? രാജാവ് വന്നാലും ഞാൻ എണീക്കില്ല. ഏട്ടൻ വന്നാ ഞാൻ എണീറ്റ് പോകും. ഇനി ഇരിക്കാലോ. 2 ദിവസം കൂടെ ഒക്കെ തീർത്തോളാം. എന്നിട്ട് ഉപ്പില്ല മുളകില്ലാന്ന് പരാതി. ഞങ്ങളാരും പുറത്ത് വിൽക്കുകയൊന്നുമല്ല, കുടുംബത്തെ ആവശ്യങ്ങൾക്ക് തന്നെ എടുക്കണേ. ഏട്ടനിരിക്കൂ. ആ നമുക്ക് ഒരുമിച്ചിരിക്കാം. കുഞ്ഞമ്മാമ ഇരുന്നോട്ടെ. ആ എന്നാ കുഞ്ഞമ്മാമ വരുന്നോളൂ. കുഞ്ഞമ്മാമക്കല്ലേ വിശപ്പും ദാഹമൊക്കെ. ബാക്കി എല്ലാരും ഉണ്ടല്ലേ? ഇനിയിപ്പോ അരി ഇടാനൊന്നും നിൽക്കണ്ട. വിശന്നിട്ട് വയ്യ. അവലിരിപ്പില്ലേ ഇവിടെ? കുറച്ച് നനച്ചിട്ട്. നമുക്കിതൊക്കെ ശീലമല്ലേ? ഏ വല്യമ്മാമയെ കണ്ടില്ലെന്നും പറഞ്ഞ് 2 ആൾക്കും വലിയ വിഷമം. എന്താണ് കൊല്ലം എത്രയല്ലേ അവള്? പറയടി വല്യമ്മാമയുടെ. 3ലേക്ക്. ഇവള് പഠിക്കാൻ മിടുക്കിയ. ഇവളെയും ചേർക്കണേ ഇക്കൊല്ലം. ആ കൊല്ലം ഉണ്ണിമോനെയും ചേർക്കണം. വീട്ടിലെ ശല്യം കുറയുമല്ലോ. എന്റെ മക്കളെ കൊണ്ട് ഒരു ശല്യം ഇല്ല. ഇവള് കലാകാരിയാ. പാട്ടൊക്കെ പാടും. വല്യമ്മാമയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കുമോളെ. Baba black sheep, have you any wool? Essa, 3 bags full. രണ്ടിനും എന്നെയും ദിവാരേട്ടനെക്കാളും ഇഷ്ടം വല്യമാമയാ. ഞാൻ പറഞ്ഞു 2 കൊല്ലം കൂടി കഴിഞ്ഞാ ഇവിടെ നിന്നോളെ. നിന്നോട്ടെ. മക്കൾക്ക് നിക്കണോ വല്യമ്മാമ്മയുടെ കൂടെ? വേണ്ട. അപ്പൊ നീ പറയാറുള്ളതോ നിക്കണോന്ന്? എന്താ എടുത്തി പാത്രത്തിൽ മൂടിക്കൊണ്ടുവരണത്? ഇത്തിരി അവല് നനച്ചതാ. ആ കുട്ടികൾക്ക് കൊടുക്കണേ. വല്യമ്മായ അവല് തരും. കുട്ടികൾക്ക് താഴെ കൊടുക്കാം. അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കൊന്നുമല്ല. ഒളിച്ചു കൊണ്ടുവന്നല്ലേ? തിന്നോ. ആരെ ഒളിച്ചു? നിന്നെ നിന്റെ പിള്ളേരെയാ. കഷ്ടാണ് അമ്പിയെ അങ്ങനെ പറയണത്. മാലതി വടി. ഇനി എന്നോട് ചോദിക്കാതെ ഒരു സാധനം ഇവിടുന്ന് തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം. മാലു ആരല്ലടി അവളൊരു പൊട്ടിക്കാളിയെന്നറിയില്ലേ നിനക്ക്? അവളറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചയൂണെന്ന്. നളിനിയോ? അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം. അത് കണ്ട ഇനി അവിടെ ബഹളാവോ? എടുക്ക. കഴിക്കടി.